പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂപ്പ് പഠിക്കാൻ എളുപ്പമാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം, ChatGPT എവിടെ വേണമെങ്കിൽ ചോദിക്കാം. യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ലോട്ട് ഓഫ് ഡേറ്റ സെറ്റ്സ്. പ്രശ്നം അവിടെ അല്ല. നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കണമെന്ന് ആരും പറയാറില്ല. നിങ്ങളടുത്ത് പറയും എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം സോൾവ് ചെയ്യണം, എനിക്കറിയത്തില്ല എന്ന് വെച്ചാൽ ബിസിനസ് കസ്റ്റമേഴ്സ് സംബന്ധിച്ച് അവർക്ക് ഇഷ്യൂ പരിഹരിക്കൽ മാത്രമാണ്. ടെക്നിക്കൽ യൂസേഴ്സിനെ സംബന്ധിച്ച് ടെക്നിക്കലി അത് സോൾവ് ചെയ്യാന്നുള്ളതാണ്. പൈത്തൺ ഉപയോഗിക്കണോ വേണ്ടയോ അത് നിങ്ങൾ തീരുമാനിക്കണം. പൈത്തണിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് എടുക്കണം അത് നിങ്ങൾ തീരുമാനിക്കണം. പൈത്തൺ എപ്പോൾ ലൂപ്പ് ചെയ്യണം അതും തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കേണ്ട സാഹചര്യം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് യൂസ്ഡ് വെൻ യു ഹാവ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഓക്കെ, ഇതാണ് എൻ്റെ ഈ മെത്തേഡ്. അല്ലാതെ ലൂപ്പ് ഇങ്ങനെയാണ് പഠിപ്പിക്കലല്ലോ എൻ്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞു തരേണ്ടത് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന രീതിയല്ലേ, പ്രാക്ടിക്കൽ യൂസ് കേസ് അല്ലേ നോക്കേണ്ടത്. അല്ലാതെ ലൂപ്പ് ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതി ഇതിനകത്തൂടെ ലൂപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കാണാം, ഞാൻ പറയാറില്ല. നിങ്ങൾ എന്നെ പൊട്ടനാകരുതല്ലോ, വെറും പൊട്ടനാകരുത്. അപ്പോൾ ഞാൻ പറയുന്നു ഫോർ ലൂപ്പ് ഈസ് യൂസ്ഡ് വെൻ യു ഹാവ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, എപ്പോഴും നിങ്ങൾ ഇൻഡെക്സ് ഔട്ട് ആവും. യു ഹാവ് എ സിറ്റുവേഷൻ ടു കം ഔട്ട് ഓഫ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ എപ്പോഴാണ്, ലിസ്റ്റിൻ്റെ സാഹചര്യത്തിൽ മാത്രമാണ് ഈ പറഞ്ഞ ഫോർ ലൂപ്പ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ലിസ്റ്റാണ് ശരിക്കും ഫൈനൈറ്റ് എലമെൻറ്റ്സ്. ആ സാഹചര്യത്തിൽ ലിസ്റ്റ് ഓഫ് ട്യൂപ്പിളുള്ളപ്പോൾ ഈ പറഞ്ഞ പോലെ ഫോർ ലൂപ്പ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതിൻ്റെ സിൻറ്റാക്സ് എന്താണെന്ന് അറിയാം. ഞാൻ ട്യൂപ്പിൾ പറഞ്ഞില്ല, സെറ്റ് പറഞ്ഞിട്ടില്ലേ. സെറ്റിൻ്റെ ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്, ഞാൻ പറയാം. അപ്പം ഫോർ ലൂപ്പ് പഠിക്കുന്ന ഫോർ എന്ന് പറഞ്ഞാൽ കീവേഡ് ഉണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന നടക്കുന്നുണ്ട്, കാരണം ഒത്രയോ മെറ്റീരിയൽസ് ഉണ്ട് ഓൺലൈനിൽ. പിന്നെ ഞാൻ പറയുന്നു അതിൻ്റെ സിൻറ്റാക്സ് ഓഫ് മെമ്പർഷിപ്പ് ഓപ്പറേഷൻ : കഴിഞ്ഞു.